നമസ്കാരം പ്രിയപ്പെട്ടവരെ. കേരള ഗവൺമെന്റ് ഈയിടെ പുറത്തിറക്കിയിട്ടുള്ള കെ സ്മാർട്ട് എന്നുള്ളൊരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. എല്ലാവരുടെ ഫോണിലും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ജനന സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ട്രേഡേഴ്സ് സംബന്ധമായ ലൈസൻസുകൾ, ബിൽഡിംഗ് പ്രോപ്പർട്ടി ടാക്സുകൾ, പബ്ലിക് ഗ്രീവിയൻസ്, റീഡ്രസൽ ആൻഡ് കംപ്ലൈൻസ് തുടങ്ങിയവയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ കുറേ സർവീസുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ എനിക്കിപ്പോൾ ഏതും അപേക്ഷിക്കേണ്ടതില്ല, അതുകൊണ്ട് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നില്ല. ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക. അതിൽ കണ്ടോ കെ സ്മാർട്ട്, അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടത് ഇങ്ങനെ കെ എഴുതിയിട്ട് ഒരു ടിക്ക് മാർക്ക് സ്മാർട്ട്, അതാണ് വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ വരും. താഴത്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് കൊടുക്കുക. നമ്മുടെ അടുത്ത് ആദ്യം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയും. ആദ്യമായിട്ട് ചെയ്യുന്നവർ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP കൊടുത്ത ശേഷം രജിസ്റ്റർ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് ആധാർ നമ്പർ ചോദിക്കും. ആധാർ നമ്പർ കൊടുക്കുക. ഇനി ആധാർ നമ്പർ ഇല്ലാത്തവർ ട്രൈ അനദർ വേ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള ഐഡിയും ചോദിക്കും കേട്ടോ. ഞാനിവിടെ ആധാർ നമ്പർ കൊടുത്തു. അപ്പോൾ ആധാറിൽ OTP വന്നു. ആ OTPയും കൊടുത്തിട്ട് വെരിഫൈ കൊടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ ഒന്നുകൂടെ നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പർ കൊടുക്കുക. വീണ്ടും ഒരു OTP വരും. അങ്ങനെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. തുടക്കത്തിൽ ഇതെങ്ങനെ കാണുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ്, മോർ, അതാണ് ഇപ്പോൾ ഉള്ളത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതിലേക്ക് വരുന്നതിൽ കണ്ടോ ജനുവരി 5 മുതൽ വരുന്നതാണ് പറയുന്നത്. നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യം നോക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചൈൽഡ് ഇൻഫർമേഷൻ, പാരന്റ് ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഫോണിലൂടെ തന്നെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡെത്തിന്റെ കാര്യങ്ങളും, ഡെത്ത് ഇൻഫർമേഷൻ ആരാ ചെയ്യണത്, അതിന്റെ കാര്യങ്ങൾ, ഡോക്യുമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. രജിസ്ട്രേഷൻ ഓഫ് മാരേജ്, മാരേജ് സർട്ടിഫിക്കറ്റ് സെർച്ച്. നമുക്ക് പഴയ മാരേജ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വേണമെങ്കിൽ അതും ഇതിലെടുക്കാൻ പറ്റും. അതിൽ ഡിസ്ട്രിക്ട്, ലോക്കൽ ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇനി മറ്റ് സർവീസ് അറിയാൻ വേണ്ടിയിട്ട് മോറിൽ പോവുക. മോറിൽ പോകുമ്പോൾ സൈറ്റിലേക്കാണ് പോകുന്നത്. ksmart.lsd.kerala.gov.in എന്നുള്ള സൈറ്റിൽ അതിൽ ഇത്രയും കാര്യങ്ങൾ കാണാം. ബർത്ത് രജിസ്ട്രേഷൻ, മാരേജ്, ഡെത്ത്, ബിൽഡിംഗ് പെർമിറ്റ്, പ്രോപ്പർട്ടി ടാക്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും, ബർത്ത് ന്യൂ രജിസ്ട്രേഷൻ, ഓൾറെഡി ഉള്ള പേര് കറക്ഷൻ ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മാരേജ്, ഡെത്ത് രജിസ്ട്രേഷൻ, പിന്നെ ബിൽഡിംഗ് പെർമിറ്റ്, ഇത്രയും കാര്യങ്ങൾ, പ്രോപ്പർട്ടി ടാക്സ്, ട്രേഡ് ലൈസൻസ്, പബ്ലിക് ഗ്രീവിയൻസ്, റീഡ്രസൽ ആൻഡ് കംപ്ലൈൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. പലരും ചോദിക്കാറുണ്ട് പേര് കറക്ഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇതിലൂടെ ചെയ്യാൻ പറ്റും. കണ്ടോ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സമയത്ത് അതിൽ തന്നെ ഓപ്ഷൻസ് വരുന്നുണ്ടോ. ബർത്ത് നെയിം കറക്ഷൻ 6 വയസ്സ് താഴെയുള്ള കുട്ടിയുടെ ആണോ, 6 to 15 വർഷം താഴെയുള്ള കുട്ടിയുടെ ആണോ എന്ന് ചോദിച്ചാൽ അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിന്റെ ഫീസും കാണിക്കുന്നുണ്ട്. എന്നിട്ട് അപ്ലൈ നൗ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോണിലൂടെ തന്നെ ചെയ്യാൻ പറ്റും. അതാണ് കെ സ്മാർട്ട് എന്നുള്ള ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ. അത് പ്ലേ സ്റ്റോറിൽ തിരഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നിങ്ങളിൽ കല്യാണം കഴിയാത്തവരുണ്ടെങ്കിൽ നമ്മളൊരു മാട്രിമോണി തുടങ്ങിയിട്ട് spmatrimony.com എന്നുള്ള പേരിൽ ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക. രജിസ്ട്രേഷൻ ഫ്രീ ആണ്. ഇനിയുള്ള 2-3 മാസത്തേക്ക് മെമ്പർഷിപ്പും ഫ്രീ ആയിരിക്കും. ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കൂ നിങ്ങൾ. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എന്തായാലും കെട്ടണം. അപ്പൊ പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ അങ്ങോട്ട് കെട്ടിക്കൂടെ. www.sbmatrimony.com. നാം എന്നതിൽ നിന്ന് നമ്മളിലേക്കൊരു ചുവടുവെപ്പ്. എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫ്രീ ആണ്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റ്. കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ മെമ്പർഷിപ്പ് പ്ലാൻ. എല്ലാ പ്രൊഫൈൽസും വെരിഫൈഡ് ആണ്. മാത്രമല്ല അനാവശ്യ മാർക്കറ്റിംഗ് കോൾസ് ഇല്ല. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ.